ലോകത്തിലെ വിശുദ്ധ നഗരങ്ങളിലൊന്നായ ജെറുസലേമിന്മേൽ തീവ്രവാദി ആക്രമണം നടന്നിരിക്കുകയാണ്. ജെറുസലേം സിറ്റിയുടെ മേൽ ഈയടുത്ത് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു തീവ്രവാദി ആക്രമണം തന്നെയായിരുന്നു ഇത്. 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഈ ആക്രമണത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ ലോകരാജ്യങ്ങൾ ഉടനടി തന്നെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് കാണാം ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്ന പ്രതികരണം. അങ്ങേയറ്റം ഹീനമായ ഈ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ സിവിലിയൻസിനും കുടുംബത്തിനും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഇതിൽ പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ എല്ലാ തരത്തിലുമുള്ള തീവ്രവാദത്തിനും എതിരാണ്. തീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയാണ് നമ്മുടേത് എന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നു. മറുപടിയായി ഇസ്രായേൽ PM തന്റെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. താങ്ക് യു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോർ സ്റ്റാൻഡിംഗ് വിത്ത് ഇസ്രായേൽ ആൻഡ് അഗൈൻസ്റ്റ് ദ സ്കർജ് ഓഫ് ടെറർ ദാറ്റ് ത്രെട്ടൻസ് അസ് ഓൾ. ഒപ്പം ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും 2 പതാകകളും കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായുള്ള ഇസ്രായേലിന്റെ ബന്ധമെന്നത് അത് വളരെ ശക്തമായ ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയും US-ഉമായുള്ള ബന്ധം മുൻപത്തെ അപേക്ഷിച്ച് നിരന്തരം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും നമുക്ക് കാണാം മറുവശത്ത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കോൺസ്റ്റന്റ്ലി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പറയട്ടെ, US-ഉം ഇസ്രായേലും അംഗമായ അതോടൊപ്പം നമ്മുടെ ഇന്ത്യയും ഒരുമിച്ച് വരുന്ന ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പും നിലവിലുണ്ട്. I2U2. UAE ആണ് ഇതിലെ 4ാമത്തെ അംഗം. നിലവിൽ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം അതെല്ലാം ഇപ്പോൾ കെട്ടിപ്പൂട്ടി മേലെ വെച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് US ഇന്ത്യക്ക് മേൽ തുടർച്ചയായ താരിഫ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം മറുഭാഗത്ത് ഇസ്രായേൽ ഇന്ത്യയുമായി പുതിയ ഇൻവെസ്റ്റ്മെന്റ് കരാറുകളിൽ ധാരണയിലാകുകയാണ്. നിലവിലത്തെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള വ്യാപാര ബന്ധമെന്നത് ഏകദേശം 4 മുതൽ 5 ബില്യൺ US$ഓളം വരും. ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് മുൻപ് ഇത് അതിലും കൂടുതലായിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇപ്പോൾ എന്തെന്നാൽ ഇപ്പോൾ ധാരണയിലായിരിക്കുന്ന ഈ ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് വഴി വരും വർഷങ്ങളിൽ ഈ വ്യാപാരം കുറഞ്ഞത് ഒരു 10 ബില്യൺ വരെയെങ്കിലും എത്തിക്കുക എന്നതാണ്. നിലവിൽ ജപ്പാനേക്കാൾ മുമ്പിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് ഇന്ത്യ. 1ാമത് ഒബിയസ്ലി ചൈന തന്നെയാണ്. അതുമാത്രമല്ല അമേരിക്കയിലുള്ള നമ്മളുടെ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയൊക്കെ പോലെ തന്നെയുള്ള അമേരിക്കയിലുള്ള ജൂതന്മാരുടെ കമ്മ്യൂണിറ്റി ഏകദേശം 100 വർഷത്തിന് മേലെയുള്ള പാരമ്പര്യം പറയുവാനുള്ള അമേരിക്കയിലെ ശക്തരായ ജൂതന്മാരുടെ ഈ അമേരിക്കൻ ജൂയിഷ് കമ്മ്യൂണിറ്റി കഴിഞ്ഞ ദിവസം യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യയെ തെറ്റായ രീതിയിൽ US ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരുന്നു. നമുക്ക് കാണാം യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യക്ക് മേലുള്ള US-യുടെ ആക്ഷേപം അത് ഡീപ്ലി ട്രബിളിംഗ് ആണ് എന്ന് ഇവർ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ ഇത്തരത്തിൽ പരസ്യമായി പറയുവാൻ അമേരിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ പോലും ധൈര്യം കാണിക്കാത്ത ഇടത്താണ് ഇത് എന്നോർക്കണം. മാത്രമല്ല അമേരിക്കയിൽ ഇസ്രായേൽ ഒറിജിൻ ആയിട്ടുള്ള നേതാക്കളും പല ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് പല വേദികളിലും ഈ വിഷയത്തിൽ സംസാരിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ ഇന്ത്യയെ പ്രതിയുള്ള ഒരു പോസിറ്റീവ് സമീപനം ഇവരുടെ ഇടയിൽ മാത്രമല്ല അത് ഇസ്രായേലിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ കുറച്ചു രാജ്യങ്ങൾ മാത്രമേ ഇതുപോലെ ഈ വിഷയത്തിൽ ഓപ്പണായി ഇന്ത്യക്ക് പിന്തുണ നൽകി ഇതിനകം മുന്നോട്ട് വന്നിട്ടുള്ളൂ. അത് തന്നെയാണ് അത്തരത്തിൽ ഒരു രാജ്യം തങ്ങളുടെ തലസ്ഥാനമെന്ന് കരുതുന്ന ജെറുസലേമിൽ. ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്ത്യ ഇപ്പോഴും ഇസ്രായേലിന്റെ തലസ്ഥാനം ജെറുസലേമാണ് എന്ന് അംഗീകരിച്ചിട്ടില്ല എന്നതാണ്. 2 നേഷൻ തിയറിയിൽ വിശ്വസിക്കുന്ന നാം ഇപ്പോഴും ടെൽ അവീവിനെയാണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായി കണക്കാക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഒഫീഷ്യലായി പറയുന്നതും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതും ജെറുസലേമാണ് അവരുടെ തലസ്ഥാനം എന്നതാണ്. ഇത്തരത്തിലൊരു രാജ്യത്തിന്റെ അവരുടെ തലസ്ഥാനമായി കണക്കാക്കുന്ന പട്ടണത്തിന്മേൽ തീവ്രവാദി ആക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യ തീർച്ചയായും അതിനെതിരെ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. ഇനി ഈ തീവ്രവാദി ആക്രമണത്തെ പറ്റി പറയുകയാണെങ്കിൽ അല്പം വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു ഇവിടെ നടന്നത്. ജെറുസലേമിലെ റാമോട്ട് ജംഗ്ഷൻ എന്ന ഒരു സ്ഥലത്തെ ഒരു ബസ് സ്റ്റോപ്പിലാണ് സംഭവം. നാം കാണുന്നത് പോലെ ഒരു സാധാരണ ദിവസം യാത്രക്കാർ അവിടെ ബസ്സിനായി കാത്തു നിൽക്കുകയായിരുന്നു. ബസ് എത്തിയതോടെ പെട്ടെന്ന് ഭീകരർ അകത്തു നിന്ന് വെടിയുതിർക്കുവാൻ തുടങ്ങി. വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു, 20-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടന്നത് വളരെ പെട്ടെന്നായതിനാൽ ആളുകൾക്ക് പ്രതികരിക്കുവാനും രക്ഷപ്പെടുവാനുമുള്ള ഒരു സമയം ലഭിച്ചില്ല. പിസ്റ്റൾ പോലുള്ള സാധാരണ തോക്കുകളല്ല, സബ് മെഷീൻ ഗണ്ണായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. സാധാരണ ഇത്തരം തോക്കുകൾ വെസ്റ്റ് ബാങ്ക് മേഖലയിലെ വർക്ക്ഷോപ്പുകളിലാണ് നിർമ്മിക്കാറുള്ളത്. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പലസ്തീനെ പറ്റി പറയുമ്പോൾ പലസ്തീന്റെ 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് വെസ്റ്റ് ബാങ്കും 2 ഗാസയും. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തീവ്രവാദികൾ വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള പ്രാഥമിക നിഗമനം. ഇത്തരത്തിൽ വന്ന തീവ്രവാദികൾ വഴിയിൽ നിന്ന് തന്നെ ഒരു ബസ് ഹൈജാക്ക് ചെയ്തു. ഒരു തീവ്രവാദി അതിൽ ബസ് കണ്ടക്ടറുടെ വേഷത്തിലുമായിരുന്നു. ബസ്സിൽ നിന്ന് ഇവർ വെടിയുതിർക്കുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു IDF സൈനികനും ആയുധം കൈവശമുണ്ടായിരുന്ന ഒരു സിവിലിയനും ചേർന്ന് ഈ തീവ്രവാദികളെ തൽക്ഷണം വെടിവെച്ചു കൊന്നു. സിവിലിയൻസിന്റെ കയ്യിൽ എങ്ങനെ ആയുധം വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ അത് നോർമലാണ്. സാധാരണ സിവിലിയൻസ് ഇത്തരത്തിൽ ആയുധങ്ങൾ കയ്യിലേന്തി നടക്കുന്നത് നമുക്ക് പലയിടത്തും കാണുവാൻ സാധിക്കും. ശേഷം ഈ തീവ്രവാദത്തിന് പ്ലാനിംഗ് നടത്തിയ 3ാമതൊരാളെ പിന്നീട് സംശയാസ്പദമായ രീതിയിൽ കണ്ടതോടെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അല്പം വ്യത്യസ്തമായ ഒരു തീവ്രവാദി ആക്രമണമായിരുന്നു ഇത്. ജെറുസലേം ശക്തമായ സുരക്ഷയ്ക്ക് അങ്ങേയറ്റം പേരുകെട്ട ഒരു നഗരമായതിനാൽ ഇത്തരത്തിൽ ഒരു ആക്രമണം അവിടെ എങ്ങനെ സാധ്യമായി, ഇവർക്ക് എങ്ങനെ ഒരു ബസ് ഹൈജാക്ക് ചെയ്ത് അവിടെ വരെ എത്താനായി
എന്നതായിരുന്നു ഏവരെയും ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഗതി. മാത്രമല്ല തൽക്ഷണം തന്നെ അവിടെ വെച്ച് തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം ഹമാസ് ഇതിൽ പ്രതികരിച്ചത് ആക്രമണകാരികൾ നടത്തിയത് വളരെ ധീരമായ ഒരു പ്രവൃത്തിയായിരുന്നു എന്നായിരുന്നു. ഇതിൽ ഇസ്രായേൽ PM ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം ഇസ്രായേൽ നാനാഭാഗത്തു നിന്നുമുള്ള ഒരു ഇന്റൻസ് വാറിനെ ഇപ്പോൾ ഫേസ് ചെയ്യുകയാണ് എന്നായിരുന്നു. ഇതേ തുടർന്ന് നമുക്ക് കാണാം ഇനിയുള്ള ഇസ്രായേലിന്റെ ശ്രദ്ധ മുഴുവൻ ഗാസയിലെ ഗ്രൗണ്ട് ഓപ്പറേഷൻസിന്റെ മേലെയായിരിക്കും. അടുത്ത് തന്നെ അതിന്റെ സൂചനയും ഇവർ നൽകിയിരുന്നു. ഗാസയിലെ ജനങ്ങളോടായി എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടുകൊള്ളുക, ഗാസ സിറ്റിയിൽ മാത്രം നിങ്ങൾ ഇനി നിൽക്കരുത് എന്ന ഒരു നിർദ്ദേശം നൽകി. കാരണം ഇസ്രായേൽ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് നടത്തി അതിന്റെ മുക്കിലും മൂലയ്ക്കും വരേക്കും ഇനി ബോംബ് വർഷിക്കുവാൻ പോകുകയാണ്. അതേസമയം തന്നെ നമ്മൾ ഇത്തരത്തിൽ കാണുന്നത് പോലെ തീവ്രവാദി ആക്രമണത്തിലൂടെ ഇസ്രായേലിന്റെ 5 പേർ കൊല്ലപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ട 6 പേരിൽ ഒരാൾ സ്പെയിൻ വംശജനാണ്. മറുഭാഗത്ത് ഇതേസമയം പലസ്തീനിൽ പല വീടുകളുടെയും ടെന്റുകളുടെയും മുകളിൽ ബോംബ് വർഷിച്ചുകൊണ്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 34 പേരാണ്. ഇസ്രായേലിന്റെ ഗാസയിലെ ഓക്യുപ്പേഷൻ പ്ലാൻ അതിന്റെ ഫുൾ സ്പീഡിൽ തന്നെ ഇപ്പോൾ നടക്കുകയാണ്. ഒരു ഭാഗത്ത് മിലിറ്ററി ആക്രമണം മൂലം ഇത്തരത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് കൂടാതെ മറുഭാഗത്ത് പലസ്തീനിൽ ഇപ്പോൾ ജനങ്ങൾ പതിയെ പട്ടിണി മൂലവും മരണപ്പെടുകയാണ്. റീസെന്റ് വന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാം 6 പേരാണ് പട്ടിണി മൂലം ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതോടെ പലസ്തീനിൽ മുഴുവൻ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഇപ്പോൾ 65,000 അടുക്കുകയാണ്. 2023 മുതൽ 2025 വരെ ഏകദേശം 2 വർഷത്തിനുള്ളിൽ 65,000 ആളുകളെയാണ് ഇസ്രായേൽ ഗാസ മുനമ്പിൽ കൊന്നൊടുക്കിയത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ 2025 തന്നെയാണ് എന്ന് ഓർക്കണം. ഇതിനെല്ലാം വ്യക്തമായി തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ പോളിസികളുടെ ഒരു പരാജയമെന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധത്തെ മാത്രമല്ല ഇപ്പോൾ നാശമാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം മിഡിൽ ഈസ്റ്റിലും ആളുകൾ ഇത്തരത്തിൽ ട്രംപിനെതിരെ ശബ്ദമുയർത്തുകയാണ്. ബോൾഡ് പ്രോമിസ് ബിറ്റർ ഫാൾ ഔട്ട്. നമുക്കറിയാം ട്രംപിന്റെ വാഗ്ദാനങ്ങൾ വളരെ വലുതായിരുന്നു. ഗാസയെ ഏറ്റെടുത്ത് ഒരു അൾട്രാ ലക്ഷറിയസ് സിറ്റി നിർമ്മിക്കുമെന്നും അവിടെയെല്ലാം വണ്ടർഫുൾ ആയിരിക്കും എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം. പക്ഷെ ഒന്നും നടന്നില്ല. പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ ഹമാസ് ഇതുവരെ വിട്ടു നൽകിയില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽ അവർ ജെറുസലേമിൽ അവരുടെ തലസ്ഥാനത്ത് തന്നെ കയറി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നു. ട്രംപ് ഈ അടുത്തുകൂടി വീണ്ടും പറഞ്ഞു ഞാൻ അവസാനത്തെ വാണിംഗ് നൽകുകയാണ് എന്ന്. ഉടൻ തന്നെ വലിയൊരു ആക്രമണം നടത്തും, ഇപ്പോൾ പൊട്ടിക്കുമെന്ന്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് കാണാം ട്രംപും ട്രംപിന്റെ പോളിസികളും എല്ലാം പലസ്തീൻ വിഷയത്തിൽ ഒരു പൂർണ്ണമായ പരാജയമാണ്. ഗാസ വിഷയത്തിൽ മറ്റു ലോകരാജ്യങ്ങളുടെ പ്രഷറിൽ ഒരു സീസ്ഫയറിന്റെ വക്കിലോളം എത്തി നിന്ന ഇസ്രായേൽ ഇനി ഈ ഒരു ആക്രമണത്തോടുകൂടി തങ്ങളുടെ ആ പഴയ രൂപത്തിലേക്ക് മാറും. ഭീകരരെ തുരത്തുവാൻ എന്ന പേരിൽ നെതന്യാഹു ഗാസ മുനമ്പിനെ ഉഴുതുമറിക്കും. അവിടെ കൊല്ലപ്പെടുവാൻ പോകുന്ന സാധാരണക്കാരുടെയും കുട്ടികളുടെയും സംഖ്യ അത് ഇനിയും എത്രമാത്രം ഉയരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ദോഹയിൽ 12 ഇടത്ത് ഹമാസ് തലവന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണവും. ഇതിലിപ്പോൾ ബാക്കി ലോക നേതാക്കന്മാർക്ക് കൂടുതലൊന്നും പറയുവാൻ സാധിക്കില്ല. കാരണം അവർ പറയും ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ കൊലപ്പെടുത്തി അതിനു പകരമായാണ് ഹമാസിന്റെ തലവന്മാരെ ഞങ്ങളും ആക്രമിച്ചത് എന്ന്. ഇതോടെ പശ്ചിമേഷ്യയിൽ കാര്യങ്ങളെല്ലാം ഇനി വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകുവാൻ പോകുകയാണ്. ഈ വിഷയത്തിൽ പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.